പരിപൂർണമായ ഒരു ബന്ദിന് സമാനമായിരുന്നു കോഴിക്കോട്ടെയും ഇന്നത്തെ പണിമുടക്ക് എന്ന് തന്നെ വേണം പറയാൻ. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികളെത്തി കടകൾ അടപ്പിച്ചു, വാഹനങ്ങൾ തടഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ സോണൽ ഓഫീസായിട്ടുള്ള ബേപ്പൂരിലെ ഉദ്യോഗസ്ഥരെ സമരാനുകൂലികളെത്തി തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരെ കയ്യേറ്റം ചെയ്തുവെന്നാണ് പറയുന്നത്. അതിൽ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. അദ്ദേഹം പരിക്കേറ്റതിനെ തുടർന്ന് ബീച്ച് ആശുപത്രിയിൽ അടക്കം ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്തേക്ക് വരുമ്പോൾ മുക്കത്താണ് സമരാനുകൂലികൾ ഏറ്റവും കൂടുതൽ കടകൾ അടപ്പിച്ചത്. അവിടെ ഒരു മാർക്കറ്റിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു മത്സ്യക്കട അടപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ ഈ മത്സ്യക്കട തുറന്നു കണ്ടാൽ കയ്യിൽ മണ്ണെണ്ണയുണ്ട്, ആ മണ്ണെണ്ണ ഒഴിച്ച മത്സ്യങ്ങളെല്ലാം നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണി വരെ മുഴക്കിയിരുന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ടി വിശ്വനാഥൻ അടക്കമുള്ളവരാണ് ഈ രീതിയിൽ ഭീഷണി മുഴക്കിയുള്ള പ്രതിഷേധത്തിനൊക്കെ മുക്കത്ത് നേതൃത്വം കൊടുത്തത്. മുക്കത്തെ തന്നെ ഒരു മാളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കടകളും അടപ്പിച്ചു. ഇന്ന് ഒരുപാട് സ്വകാര്യ ബാങ്കുകൾ മുക്കത്ത് രാവിലെ തുറന്നിരുന്നു. ആ ബാങ്കുകളിൽ കയറി ബാങ്ക് അടപ്പിക്കുകയും ഒക്കെ ചെയ്തു. വയനാട്ടിൽ നിന്ന് വന്ന ഒരു KSRTC ബസ് തടയുന്ന ഒരു സാഹചര്യം താമരശ്ശേരിയിൽ ഉണ്ടായി. സമരക്കാര് വണ്ടിന് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വണ്ടി പോലീസ് സമരക്കാരെ മാറ്റുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി മുന്നോട്ട് എടുക്കും. അതുമാത്രമല്ല, ഒരു വിനോദ സംഘം വരുന്നുണ്ടായിരുന്നു. ഒരു വിനോദ സംഘത്തിന്റെ ബസ് താമരശ്ശേരിയിൽ സമരാനുകൂലികൾ തടഞ്ഞു. ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് അവരെ താമരശ്ശേരിയിൽ നിന്നും വിട്ടയച്ചത് എന്ന് വേണം പറയാൻ. കോഴിക്കോട് നഗരത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് KSRTC ടെർമിനലിൽ നിന്നും ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം 12 മണിക്ക് ശേഷം ഒരു ബസ് പോലും ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല. പകരം വളരെ ദൂരത്തു നിന്നൊക്കെ ദീർഘദൂരമായിട്ട് വരുന്ന ഇന്നലെ രാത്രിയിലൊക്കെ സർവീസ് ആരംഭിച്ച ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് പോയ ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ 12 മണിക്ക് ശേഷം ഒരു KSRTC ബസ് പോലും കോഴിക്കോട് ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി ഒരു ജീപ്പ് പോയിരുന്നു. ആ ജീപ്പ് സമരാനുകൂലികൾ നഗരത്തിൽ വെച്ച് തടയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പിന്നീട് രോഗികളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആംബുലൻസിലാണ് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗികളെയെല്ലാം കൊണ്ടുപോയത്. എന്തായാലും കോഴിക്കോട്ടെ ചിത്രം നോക്കുമ്പോൾ, കോഴിക്കോട്ടേക്ക് വരുമ്പോൾ പരിപൂർണമായ ഒരു ബന്ദിന്റെ സാഹചര്യം തന്നെയായിരുന്നു കോഴിക്കോട് മുഴുവൻ ഉണ്ടായിരുന്നത്.